തലയ്ക്കകത്ത് കളിമണ്ണ് മാത്രമുള്ള ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നഗരപാലകർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പുതിയ കമ്മീഷണർ ദിലീപ് മേനോൻ സ്ഥലത്തെത്തുന്നത്. ഹലോ മിസ്റ്റർ ദിലീപ് മേനോൻ, താങ്കൾ ചാർജ് എടുക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. താങ്കളെപ്പോലെ മിടുക്കനായ ഒരു കമ്മീഷണറെയാണ് ഈ നഗരത്തിന് ഇപ്പോൾ ആവശ്യം. ഐ ഹേർഡ് യു ആർ സോ ഇമാജിനേറ്റീവ്, എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. യെസ് ഷുവർ. ബിഫോർ യു ടേക്ക് ചാർജ്, ഷാൽ വി മീറ്റ്? എന്തിനാണ് വരാൻ പറഞ്ഞത്? ആദ്യം അകത്തോട്ട് കടന്നിരിക്കൂ. പറയാനുള്ളത് പറയൂ. ഒരുപാട് പറയാനുണ്ട്. എങ്കിൽ ഞാൻ നാളെ വരാം. ഈ അസമയത്ത് മഴ നനയാതെ അകത്ത് വന്നിരിക്കൂ ദിലീപ്. ഞാൻ ആകെ തൃശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെ തോന്നുന്നു. അനിത ഇനിയും ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ തരാമല്ലോ. Then let me take charge tomorrow. അത്ര പെട്ടെന്ന് വേണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോ ഈ വാടക വീട്ടിൽ എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനാണ്? എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത് എന്നാണെന്ന് ദിലീപിന് ഓർമ്മയുണ്ടോ? അന്ന് ഈ വാടക വീട്ടിൽ വെച്ച് അല്ല ദിലീപ്, അതിനു മുൻപ്, ജന്മാന്തരങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു, സ്നേഹിച്ച് ജീവിച്ചിരുന്നു. എന്റെ ഈ മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് എന്നെങ്കിലും ഒരു നാൾ എന്റെ ദിലീപ് വീണ്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ദിലീപ് മേനോന് നിശ്ചയമുണ്ടായിരുന്നില്ല. അന്ന് വരെ പരസ്ത്രീ സ്പർശം അറിഞ്ഞിട്ടില്ലാത്ത ദിലീപ് മേനോൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതുകയാണ്. പാവം മേനോൻ കമ്മീഷണർ അനിതയുടെ കാപട്യം അറിയാതെ ആ നിമിഷത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങി. അന്നേരം ഒരു സർക്കസുകാരിയുടെ മെയ്വഴക്കത്തോടെ ദിലീപ് മേനോനിൽ അനിത പടർന്നു കയറി. മനഃപൂർവ്വമാണ് ഒക്കെ. സാർ ഒന്ന് വായിച്ചു നോക്ക്. എന്തൊക്കെ വൃത്തികേടുകളാ അയാൾ എഴുതി കൂട്ടിയിരിക്കുന്നത്. പിന്നീട് ദിലീപ് മേനോൻ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടില്ല, നിലാവ് കണ്ടില്ല, ആകാശത്ത് പറന്നു നടക്കുന്ന പറവകളെയും പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന കുഞ്ഞാടുകളെയും കണ്ടില്ല. പ്രണയമെന്ന ചതിക്കുഴിയിൽ തന്നെ വീഴ്ത്തിയ ആ വഞ്ചകിയുടെ പുഞ്ചിരി മാത്രമായി എപ്പോഴും മനസ്സിൽ. നഗരത്തിലെ പാർക്കുകളിൽ, കടലോരങ്ങളിൽ അവരുടെ രാവുകളും പകലുകളും പ്രണയാതുരമായി തുടിച്ചുകൊണ്ടിരിക്കവേ ഒരു സായാഹ്നത്തിൽ എങ്ങു നിന്നോ തീഷ്ണമായ ആ രണ്ട് കണ്ണുകൾ അവരിൽ വന്ന് പതിച്ചു. തുടരും. അതേത് തീഷ്ണ കണ്ണുകൾ? അതാണ് സസ്പെൻസ്. ഇപ്പൊ താൻ ആകാംക്ഷയോട് ചോദിച്ചില്ലേ, അതാണ് തുടർക്കഥയുടെ ടെക്നിക്ക്. വായനക്കാരെ അടുത്ത ലക്കം വരെ മുൾമുനയിൽ നിർത്തുക. ഈ തീഷ്ണ കണ്ണുകളുടെ ഉടമസ്ഥൻ ആരാന്നാണ് ഞാൻ ചോദിച്ചത്. സസ്പെൻസ് ആണെന്ന് പറഞ്ഞില്ലടോ. എന്നാലും അടുത്ത ലക്കത്തിൽ ആ തീഷ്ണ കണ്ണം കയറി വരില്ലേ? അങ്ങനെ ഒരുത്തന്റെ ആവശ്യം എന്തായിപ്പോ? സംഗതി വഞ്ചനയും മറ്റുമൊക്കെ ആണെങ്കിലും ഞാനും നായികയും പ്രണയിച്ചിങ്ങനെ സുഖിച്ചിരിക്കുമ്പോ മറ്റൊരുത്തൻ അങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നത് എന്തിന്? അത് പറയാൻ താൻ ആര്? ഒരു എഴുത്തുകാരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തിയുണ്ടല്ലോ. ഒരു പിണ്ണാക്കൂല്ല. ഇറാൻ ഭരണകൂടം സൽമാൻ റഷ്ദിയുടെ തലയ്ക്ക് വില പറഞ്ഞില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾ ഇപ്പോഴും ഒളിച്ചു നടക്കല്ലേ? അയാൾ ഒളിച്ചു നടന്നാലും അയാളുടെ തൂലിയേക്ക് വിലങ്ങ് വെക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? ഇനി ഞാനൊരു സത്യം പറയാം. തഞ്ഞിട്ടത് താനല്ല ഈ കഥയിലെ യഥാർത്ഥ നായകൻ. ഈ വരുന്ന തീഷ്ണ കണ്ണുള്ളവൻ അയാളാ ശരിക്കുള്ള നായകൻ. അയാൾ അതിപ്രശസ്തനായ ഒരു സാഹിത്യകാരനും ഒരു നോവലിസ്റ്റും. ഓ, മനസ്സിലായി. ഈ വരുന്ന നോവലിസ്റ്റിന്റെ പേര് സാഗർ കോട്ടപ്പുറം എന്നായിരിക്കും അല്ലേ? അയ്യോ, ഞാൻ ജയദേവൻ, ദിലീപിന്റെ സുഹൃത്താണ്, എഴുത്തുകാരൻ. അറിയാം, ഫോട്ടോ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ഒരുപാട്.
അനിത എന്നാണ് പേര് അല്ലേ? അയ്യോ, എന്റെ പേരെങ്ങനെ അറിഞ്ഞു? ഒരു എഴുത്തുകാരൻ എല്ലാം അറിഞ്ഞിരിക്കും. ഞാനിപ്പോ വന്നത് എനിക്ക് അനിതയോട് മാത്രമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ. അനിത ദിലീപിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ ഉത്തരം. നോക്കൂ, അവനൊരു പാവമാണ്. ക്യാൻസർ ബാധിച്ച് മരണം കാത്തു കഴിയുന്ന ഒരമ്മ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അനുജൻ, കെട്ടിക്കാൻ പ്രായമായ 5 അനുജത്തിമാർ. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ആ മരങ്ങോടൻ ഒരു ചൊക്ലിപ്പട്ടിയെ പോലെ നിന്റെ പുറകിൽ വാലാട്ടി നടക്കുകയാണ്. അവൻ ആ ജോലി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്റെ മോൻ അടിച്ച ചമന്തിയെ കൂടി. എന്ത് പറ്റി പറയൂ, എന്തിനാ? ഞാൻ ആരാധിക്കുന്ന വലിയൊരു എഴുത്തുകാരന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. സത്യം എന്തോ ആവട്ടെ. സത്യത്തിന് അങ്ങനെ എന്തോ ആകാൻ കഴിയില്ല, കാരണം സത്യമാണ് സത്യം. വേണ്ട മിസ്റ്റർ ജയദേവൻ, കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പറ്റിയുള്ള എന്റെ സങ്കല്പം തകർക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നിൽക്കൂ, എന്ത് തന്നെയായാലും അവനെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ഞാൻ ഈ ടൗണിൽ നിന്ന് പോകും. അനിതേ, എന്തുണ്ടായി? നീ എന്താണ് അനിതയോട് പറഞ്ഞത്? അനിത, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തുണ്ടായി എന്നാ ചോദിച്ചത്? നീ പോടാ, പിണ്ണാക്കുമാടാ. ജയദേവ, അതെടാ ജയദേവൻ തന്നെ. നിനക്ക് നിന്നെ പറ്റി വിചാരമില്ലെങ്കിലും എനിക്ക് നിന്നെ പറ്റി വിചാരമുണ്ട്, മനസ്സിലായോ? ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ മൈഗുണൻ സാഹിത്യകാരന് ഈ കഥയിൽ ആവശ്യമില്ലെന്ന്. പിണ്ണാക്കുമാടൻ അല്ലേ? ദിലീപ് മേനോനായിട്ട് എന്റെ ചിത്രമാണ് വാരികയിൽ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ കയറി വന്ന് എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തനിക്കിഷ്ടമായി തന്നെ പാടുവെക്കപ്പെടോ. ദിലീപ് മേനോനെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ അതേ മേനോനെ സംഹരിക്കാനും എനിക്കറിയാം. എന്ന് വെച്ചാൽ ദിലീപ് മേനോനെ കൊണ്ട് വയറിളക്കാനുള്ള ഒരു മരുന്ന് ഞാൻ കഴിപ്പിക്കും. എന്നിട്ട് ദിലീപ് മേനോൻ കക്കൂസി പോയി ഒരു അധ്യായത്തിൽ അങ്ങ് ചാവും. എന്ന് വെച്ചാൽ ഞാൻ അവനെ കൊല്ലും. എങ്കിൽ എത്രയും പെട്ടെന്ന് കൊല്ലടോ. ഇങ്ങനെ നട്ടലില്ലാതെ ജീവിക്കുന്നതിലും ഭേദം ഭരണമാ. പക്ഷെ താൻ എന്നെ വയറിളക്കി കൊന്നാൽ തന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. എങ്കിൽ ഇപ്പൊ തന്നെ താൻ പോയി കേസ് കൊടുത്തിട്ട് വാ. പോയി കൊടുക്കണോ, പോയി കേസ് കൊടുക്കണോ. എന്നെ കൊന്ന കഥ എങ്ങനെ മുമ്പോട്ട് പോകും? മുമ്പോട്ടല്ലേ, ഞാൻ സൈഡിൽ കൂടെ കൊണ്ടുപോകും. ഇല്ല, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ആ സ്കൗണ്ടറലിന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് ജയിലിനകത്തിട്ട് അവന് എഴുതുന്ന കൈയുണ്ടല്ലോ, പോലീസുകാർക്ക് കാശ് കൊടുത്ത് ആ കൈ തല്ലി ചതക്കുക. നാട്ടുകാരുടെ മുമ്പിൽ വിഴുപ്പലക്കണ്ടല്ലോ എന്ന് ഓർത്താ കോടതിക്ക് പുറത്തു വെച്ച് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് കരുതിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. പ്രിയ പറഞ്ഞതാ ശരി. ഇനി ഒന്നും ആലോചിക്കാനില്ല, ഒക്കെ ഇനി കോടതിയിൽ. Your Honor, you have already allowed petition 315 CRPC. So let me examine the accused number 1 and 2 as witnesses. Yes, you may proceed. നിങ്ങളും രണ്ടാം പ്രതി രാമകൃഷ്ണനും അന്യായക്കാരുടെ വീട്ടിൽ എന്തിനു പോയി? ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നവർ ഞങ്ങളെ കാപ്പ് കുടിക്കാൻ ക്ഷണിച്ചു, അതുകൊണ്ട് പോയി. അപ്പൊ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരും അവരുടെ ജോലിക്കാരിയും. നിങ്ങൾ കാപ്പി കുടിച്ചോ? ഇല്ല. എന്തുകൊണ്ട് കുടിച്ചില്ല? കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ആ സ്ത്രീ ഒരു കത്തിയെടുത്ത് അവരുടെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരെ തടയാൻ ശ്രമിച്ചു. വേറെ ഒന്നും സംഭവിച്ചില്ലേ? ഇല്ല. ഇതിനു മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? അല്ല. എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച അവളെ കടപ്പറയിലെ ഒരു ഉപകരണമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട്. സ്ത്രീകളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്? സ്ത്രീ അമ്മയാണ്, ദൈവമാണ്. That's all, Your Honor. ദൈവത്തെ അപമാനിക്കലാണോ നിങ്ങളുടെ ജോലി? എന്റെ ജോലി കഥ എഴുത്താണ്. അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞു സ്ത്രീ അമ്മയാണ്, ദൈവമാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ നിങ്ങൾ ഗസറ്റ് ഡിയക്ഷി എന്ന ആഭാസകരമായ ഒരു നോവൽ എഴുതി സ്ത്രീ വർഗത്തെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? നോവലല്ല, ജീവിതം. ഓഹോ, സ്ത്രീയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ ആ നോവലിൽ എഴുതിയിരിക്കുന്നത്? അല്ല, ഈ ലോകത്ത് നല്ല സ്ത്രീകളും ചീത്ത സ്ത്രീകളുമുണ്ട്. നല്ല സ്ത്രീകളെ നായികമാരാക്കി ഞാൻ ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഗസറ്റ് രക്ഷയിലെ നായിക ഒരു വൃത്തികെട്ട സ്ത്രീയാണ് എന്ന് മാത്രം. അന്യായക്കാരിയോടുള്ള പക തീർക്കാനല്ലേ നിങ്ങൾ ആ നോവൽ എഴുതിയത്? കാശിന് വേണ്ടിയാണ് ഞാൻ നോവൽ എഴുതുന്നത്. ഗസറ്റ് രക്ഷയിലെ നായികയുടെ ചിത്രത്തിന് അന്യായക്കാരിയുടെ മുഖം എങ്ങനെ വന്നു? അത് ചിത്രം വരച്ച ആളോട് ചോദിക്കണം. നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ആ, അത്യാവശ്യം. ഇതുവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു.
മദ്യപിച്ച് അന്യായക്കാരിയുടെ വീട്ടിൽ കയറിയതിന് നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? രണ്ടാം പ്രതി രാമകൃഷ്ണന്റെ വീടാണെന്ന് കരുതിയാണ് ഞാൻ ആ വീട്ടിൽ കയറിയത്. എന്ത് കരുതി എന്നുള്ളതല്ല, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലയോ? പോലീസ് അറസ്റ്റ് ചെയ്തില്ല, എന്നെ കൂട്ടിക്കൊണ്ടുപോയി. SIക്ക് സത്യം ബോധ്യമായപ്പോ എന്നെ വെറുതെ വിട്ടു. ഈ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണോ നിങ്ങളുടെ ജോലി? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുമ്പോൾ ആ വീട്ടിൽ സ്ത്രീകൾ തനിച്ചാണോ സംഘം ചേർന്നാണോ താമസിക്കുന്നത് എന്ന് ഞാൻ നോക്കാറില്ല. ഏത് സ്ത്രീ വിളിച്ചാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവോ? ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ലഞ്ചും സപ്പറും ഒക്കെ കഴിക്കാൻ പോകും. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന അന്യായക്കാരിയോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയൂ? കഴിയും. ഞാൻ ഈ സ്ത്രീയെ ആദ്യമായി കാണുന്നത് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ഓഹോ, സ്ത്രീയെ കിടപ്പറയിൽ വെറും ഒരു ഉപകരണമാക്കി മാറ്റാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാത്തതെന്ന് ഇവിടെ പറഞ്ഞു. അതെ. നിങ്ങളുടെ അച്ഛന്റെ പേര് കൃഷ്ണമേനോൻ. അതെ. അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മ. അതെ. ഇതാരുടെ കല്യാണക്കത്താണ്? ഇതാരുടെ കല്യാണക്കത്താണെന്നാ ചോദിച്ചത്. പറയൂ. എന്റെ കല്യാണക്കത്താണ്. എന്ന് വെച്ചാൽ സ്ത്രീയെ കിടപ്പറയിലെ ഉപകരണമാക്കി മാറ്റാൻ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ വിവാഹ ക്ഷണപത്രം. നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലേ? അപ്പൊ കല്യാണം കഴിക്കാതെ ചുമ്മാ കല്യാണക്കത്തടിച്ച് വിതരണം ചെയ്യലാണോ നിങ്ങളുടെ ഹോബി? മറുപടി പറയൂ. അന്ന് അങ്ങനെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. കല്യാണം ഉറപ്പിച്ചു, കല്യാണക്കത്തടിച്ചു, ആളുകളെ ക്ഷണിച്ചു. കല്യാണ തീയതി അടുത്തപ്പോഴാണ് വധു അറിയുന്നത് നിങ്ങൾ ഒരു ആഭാസനാണ്. അങ്ങനെ ആ പെൺകുട്ടി കല്യാണത്തിന് വിസമ്മതിച്ചു. അതല്ലേ സത്യം? അല്ല. ആണെന്ന് ഞാൻ പറയുന്നു. അന്നു മുതൽ ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പകയായി. അന്നത്തെ ആ പെൺകുട്ടിയാണ് ഈ കേസിൽ അന്യായക്കാരി പ്രിയദർശിനി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും? ഈ ക്ഷണക്കത്തിലെ വധു പ്രിയ മേനോൻ തന്നെയാണ് അന്യായക്കാരി പ്രിയദർശിനി. വരൻ വിദ്യാസാഗർ തന്നെയാണ് ഇപ്പോഴത്തെ ഈ നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറം. യുവർ ഓണർ, അന്ന് തന്നെ നിഷേധിച്ച പെൺകുട്ടിയോടുള്ള മുൻ വൈരാഗ്യം തീർക്കാൻ വർഷങ്ങളായി അവസരം തേടി നടന്ന പ്രതി ഒടുവിൽ ഈ കിട്ടിയ സന്ദർഭം ഇവിടെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കല്യാണക്കത്തും പൊക്കിപ്പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ. അന്തം വിടുന്ന നായകൻ ഒരു വശത്ത്, ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത്. ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം. വായനക്കാരന്റെ കണ്ണു തള്ളും, ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക്. അതിരിക്കട്ടെ, കല്യാണക്കത്തടിച്ചു, കല്യാണം നടന്നില്ല. അതെന്താ കാരണം? അത് പോട്ടെ. 5-6 വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല, നായിക നായകനെയും തിരിച്ചറിഞ്ഞില്ല. ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗമുണ്ടല്ലോ. എന്താ അതിന്റെ പേര്? അമ്ലേഷ്യം അല്ലേ? രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ? എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം. ഇപ്പൊ തന്നെ എഴുതി തന്നാ ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം. നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട, വായനക്കാര് വിശ്വസിക്കില്ല. ഒരാൾക്ക് മതി അമ്ലേഷ്യം. ഗസറ്റഡ് യക്ഷി അധ്യായം 6 അമ്ലേഷ്യം എന്ന ടൈറ്റിലും കൊടുക്കാം. കഴിഞ്ഞ ലക്കത്ത് കഥ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയോ? എവിടെ നിർത്തിയിരിക്കണേ? അതറിയാതെ ചുമ്മാ അമലേഷ്യം അമലേഷ്യം പുലമ്പിയിട്ട് കാര്യമില്ല. അമലേഷ്യം അങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ഈ മറവി രോഗത്തിന്റെ പേരെന്താന്ന്? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞ അടി നടന്നു. ദിലീപ് മരിച്ചു, ജയദേവൻ ഒളിവിൽ പോയി. അവിടെയാ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത്. അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ നായകനും നായികയും കോടതിയിലെത്തും? നായകനെ പോലീസ് പിടിക്കട്ടെ. എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന്. അപ്പൊ നായികയും പോലീസ് പിടിക്കും. അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും. വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും. പെട്ടെന്നാണ് കഥയിൽ ട്വിസ്റ്റ് വരുന്നത്. അവർ പണ്ടെന്നോ കല്യാണക്കത്തടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ. അമ്ലേഷ്യം. എന്താ കുഴപ്പം?
സാറിന്റെ അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ വായനക്കാർ. വായനക്കാർക്ക് അമ്പളേഷം പിടിപെട്ടാലും മതിയല്ലോ. എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ. പക്ഷെ എന്ത് എഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം, ഞരമ്പ് വലിഞ്ഞു മുറുകണം. ഒന്ന് എഴുതി തരൂന്നേ. ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ? അല്ല, ഒന്നിങ്ങോട്ട് വരൂ. കസേര അവിടെ ഇരുന്നോട്ടെ. ആയിരുന്നോട്ടെ. ദേ വരുന്നുട്ടോ കോട്ടപ്പുറം. അമ്ലേഷ്യം. ഇയാൾ എവിടുത്തുകാരനാടോ? ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കോടതി രംഗം കഥയാക്കണത്രേ. കോടതിയിൽ കണ്ടത് അയാളുടെ ജീവിതമാണ്. അത് തന്റെ അളിഞ്ഞ വാരികയിൽ എഴുതാനുള്ളതല്ല. അളിഞ്ഞ വാരികയോ മഞ്ചാടിയോ? എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും. വാരികയെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. ഇറങ്ങി പോടോ, ഒച്ച വെക്കാതെ. എന്നോട് ഇറങ്ങി പോവാനോ? താൻ ഇറങ്ങടോ ആദ്യം. ഞാനാ ഈ മുറിക്ക് വാടക കൊടുക്കണേ, അല്ല തന്റെ അപ്പാപ്പനെ. നമ്മൾ തമ്മിലുള്ള മുൻപരിചയമൊക്കെ ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് അമ്നേസിയാണ്. നമ്മൾ തമ്മിലുള്ള ധാരണ അനുസരിച്ച് കേസിൽ അനുകൂലമായ വിധി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. അതിന് വേണ്ടുന്നതേ ഞാൻ ചെയ്തുള്ളൂ. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. എന്തുകൊണ്ട് ഈ വിവരം നേരത്തെ എന്നോട് പറഞ്ഞില്ല? പറഞ്ഞതുകൊണ്ട് കേസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. അയാളുമായിട്ടുള്ള ഈ പൂർവ്വബന്ധം ഞാനുമായി ഡിസ്കസ് ചെയ്യാൻ പ്രിയയ്ക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി. വിവാഹം നിശ്ചയിച്ചിട്ടും പ്രിയ അയാളെ അറിയുമായിരുന്നില്ല എന്ന കാര്യം ഞാൻ ഊഹിച്ചതേയില്ല. പ്രിയയെ അയാൾക്കും അറിയാമായിരുന്നില്ലേ? നമുക്ക് പിന്നീട് സംസാരിക്കാം. സർ, ഇനി ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ദൈവമേ. അതേ കിടപ്പ് തന്നെ. എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല. എന്നെ വേണമെങ്കിൽ ഒന്നുകൂടി തല്ലിക്കോ. എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ? എഴുന്നേൽക്ക കുടിക്കുക കെടുക്കുക, എഴുന്നേൽക്ക കുടിക്കുക കെടുക്കുക. സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു. രൂപ എത്രയാ പൊടിച്ചത്? തഹസിൽദാർ സാറിന് അറിയോ? ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ലഞ്ഞിട്ടല്ല. MT വാസുദേവൻ നായർ മഞ്ചാടിക്ക് ഒരു നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കേസാണിതെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു അഡ്വക്കേറ്റിന്റെ കടമ അയാളുടെ കക്ഷിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. കോടതിയിൽ സത്യം ബോധിപ്പിച്ച് പ്രിയദർശിനി കേസിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കേസിൽ നിന്ന് പിൻവാങ്ങുകയോ? അതെന്തിന്? സത്യത്തിൽ അതൊരു കള്ളക്കേസാണല്ലോ മിസ്റ്റർ സാഗർ. മിസ്റ്റർ സാഗർ? മിസ്റ്റർ സാഗർ ഞാൻ? താൻ പെട്ടെന്ന് മാന്യനായോ? നാണവും മാനവും ഇല്ലാതെ വെറും കാശിന് വേണ്ടി കോടതിയിൽ കിടന്ന് നാടകം കളിച്ച നാറിയല്ലടോ താൻ. നാറി വക്കീലേ, ഇപ്പൊ ഒന്ന് പറയാണ് കള്ളക്കേസാണെന്ന്. ശരിക്കുള്ള കേസ് ഞാൻ ഉണ്ടാക്കി തരാടോ. ഇടിച്ചതിന്റെ നെഞ്ചെ കളിക്കി തരാം. അപ്പൊ അതൊരു കേസാക്കാം. അവളെ വെട്ടി ഞാൻ നുറുക്കാം. അപ്പൊ തനിക്ക് മറ്റൊരു കേസ് കിട്ടും. അവളോട് പറഞ്ഞേക്ക്, ഏത് കേസ് പിൻവലിച്ചാലും എന്റെ കണ്ണീരിന്റെ കണക്ക് തീർക്കാതെ അവളെ ഞാൻ വിടില്ലെന്ന്. കോട്ടപ്പുറം നിക്ക്. ആത്മഹത്യ ചെയ്യരുത്. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആത്മഹത്യയോ? വിടറോ. സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാനും സമ്മതിക്കില്ലേ? അതല്ല, പെട്ടെന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നപ്പോ. അത് പോട്ടെ, ഇപ്പൊ ആലോചിച്ച എന്താ? കഥയാണോ? ഈ കാണുന്നത് എന്താണ്? ഇത് കടലല്ലേ? അല്ലേ? ഈ കടലിന്റെ അക്കരെ എന്താണ്? കടലിനക്കരെ അക്കരെ കരയായിരിക്കും അല്ലേ? ഈ അറബിക്കടൽ കടന്നു നിന്നാൽ എത്തുന്നത് എവിടാണ്? ഗൾഫിൽ. ഗൾഫിലല്ലേ? അതെ, ഗൾഫ്. ഗൾഫ്. ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരണ്യങ്ങളിൽ നിന്നാണ്. അത് പക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല, യഥാർത്ഥ കഥ, എന്റെ ജീവിതം. ഇനി ഞാൻ എഴുതുന്നത് എന്റെ തന്നെ ജീവിത കഥയാണ്. ഗസറ്റഡ് ഏക്ഷിയും ജയദേവൻ എന്ന എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും സാഗർ കോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കും.